ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. മുമ്പത്തെ ടാസ്കിന് തന്നെ രണ്ടാമത്തെ റൗണ്ടായിരുന്നു നടന്നത്. അനീഷ് ഒറ്റക്കൊമ്പനെയാണ് തിരഞ്ഞെടുത്തത്. അറിയാമല്ലോ, ഒറ്റക്കൊമ്പൻ. മുള്ളംപന്നിയിൽ നിന്നും ഒറ്റക്കൊമ്പനിലേക്കുള്ള അനീഷിന്റെ യാത്ര. ആദില ഹൈനയാണ്, കഴുതപ്പുലിയാണ്. സരിക തിരഞ്ഞെടുത്തത് കഴുതേനെയാണ്. എല്ലാ ഭാരങ്ങളും ചുമക്കുന്നത് കൊണ്ട് കഴുതേനെ തിരഞ്ഞെടുത്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അക്ബർ കഴുകനാണ്, ഈഗിളിനെയാണ് അക്ബർ തിരഞ്ഞെടുത്തത്. ശവന്തീനി അക്ബർ എന്നൊക്കെ പിന്നീട് വിളിക്കുന്നുണ്ട്, പറയാതൊക്കെ. ഇരയെ ടാർഗറ്റ് ചെയ്ത് ലോക്ക് ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ടാണ് അക്ബർ ഈഗിളിനെ തെരഞ്ഞെടുത്തത്. അനുമോളാണ് കൊതുക്. സ്വന്തം നിലനിൽപ്പിനായിട്ട് ചോര കുടിച്ച് ജീവിക്കുന്ന ഗതികെട്ട കൊതുക് അനുമോൾ. റെന പൂച്ചയാണ്. അതേപോലെ തന്നെ ആര്യനെയാണ് സിംഹമായിട്ട് എല്ലാവരും കൂടി തെരഞ്ഞെടുത്തത്. വളരെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. അഭിലാഷാണ് അരണയുടെ സ്വഭാവം വരും ദിവസങ്ങളിൽ കാണിക്കുമെന്നൊക്കെയാണ് അഭിലാഷ് പറഞ്ഞിരിക്കുന്നത്, കണ്ടറിയാം. നെവിനാണ് കൊരങ്ങൻ. ക്യൂട്ട്നെസ് ഓവർലോഡഡ് കൊരങ്ങൻ, ഫുഡ് തട്ടിപ്പറിച്ചെടുക്കുന്ന കൊരങ്ങൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും കൂടി നെവിന് കൊരങ്ങൻ അവാർഡ് അങ്ങ് കൊടുത്തു. ബിഗ് ബോസ് ഈ ആനിമൽസിനെ ഫസ്റ്റ് റൗണ്ടിൽ നിന്നും വ്യത്യസ്തമാക്കി ചെയ്തത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യങ്ങളെ കുറച്ചുകൂടി അൺപ്രഡിക്റ്റബിൾ ആക്കി മാറ്റിയിരുന്നു ബിഗ് ബോസ്. പക്ഷെ ഈ ടീം ഒരു ഭയങ്കര പ്രഡിക്റ്റബിൾ ആക്കിയാണ് ഓരോ ആളുകളെ പ്ലേസ് ചെയ്തത്. ഓരോ മൃഗങ്ങൾക്കായിട്ട് ഒരേ മൃഗങ്ങൾ തന്നെയാണെന്ന് കരുതിക്കൊണ്ട് ഓടിച്ചാടി വന്നതാണ് എല്ലാവരും കൂടി. പക്ഷെ അവരുടെ ഗസ്സൊക്കെ കുറെയൊക്കെ കറക്റ്റ് ആയിരുന്നു. കൊരങ്ങൻ നെവിനാണെന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പിന്നെ ആര്യൻ സിംഹമാണെന്നും അക്ബർ കഴുകനാണെന്നും ആദില കഴുതപ്പുലിയാണെന്നും ഒക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. 4 പോയിന്റാണ് അവർക്ക് ലഭിച്ചത് കേട്ടോ. അരണ സരികയാണെന്ന് പറയുന്നുണ്ട്, കഴുതയാണെന്ന് അനീഷിനെ പറയുന്നുണ്ട്, ആനയായിട്ട് അഭിലാഷിനെയാണ് പറഞ്ഞത്. ഇതെല്ലാം തെറ്റിച്ചവര്. എന്തായാലും 4 പോയിന്റുകളാണ് ഷാനവാസിന്റെയും അപ്പാനിയുടെയും ഒക്കെ ആ ഒരു ടീമിന് ലഭിച്ചത്. 4 അവർ കറക്റ്റായിട്ട് പറഞ്ഞു. ഈ ടാസ്കിലും ക്ലിയർലി അവരാണ് വിജയിച്ചത്. കഴിഞ്ഞ ടാസ്ക് പോലെ തന്നെ വിന്നിങ് മൊമെന്റുകളൊക്കെ നന്നായിട്ട് തന്നെ ഇവര് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ശരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം 2 പോയിന്റുകളുടെ ലീഡ് ഈ ടാസ്കിലും 4 പോയിന്റുകളുടെ ലീഡ് കഴിഞ്ഞ ടാസ്കിലും ടീം എക്ക് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഷാനവാസ്, അപ്പാനി, ഉനീൽ എന്നിവര് ഭാഗമായിട്ടുള്ള ആ ഒരു ടീമിന് ഉണ്ടായിരുന്നു. പണിപ്പുരയ്ക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ടാസ്കിലും 500 പോയിന്റ്സ് ഇവര് നേടി. വിജയിച്ച ടീമിൽ നിന്ന് നേരിട്ട് പണിപ്പുരയിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ അവര് സെലക്ട് ചെയ്തു. ബിന്നിയെയാണ് സെലക്ട് ചെയ്തത്. മുമ്പത്തെ ടാസ്കിൽ ജിസൈലിനെയും സെലക്ട് ചെയ്തിരുന്നു. വ്യാഴാഴ്ചയാണ് ഇവര് പണിപ്പുരയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. ഇതൊക്കെയായിരുന്നു പ്രധാന ലൈവ് അപ്ഡേറ്റ്സ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.